ഹലോ മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറേ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ടും സംസാരിച്ചിട്ടും. ആ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയോ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു പോയ മക്കളെ കുറിച്ച് ഓർമ്മിച്ച് വേദനയോടെ കാത്തിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഒരറിവുമില്ലാതെ ഇറങ്ങിപ്പോയി ദുരന്തങ്ങൾ അനുഭവിക്കുന്ന മക്കളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയോ അച്ഛനമ്മമാർ വേദനയോടെ മക്കളെക്കുറിച്ച് വേദനയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്നും നമ്മളെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു, അവൻ ജീവിച്ചിരിപ്പുണ്ടാ, എന്നെങ്കിലും അവൻ തിരിച്ചു വരുമോ, ആരെങ്കിലും നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സഹായം ചെയ്ത് നമ്മളടുത്തെത്തിക്കുമോ എന്നുള്ള പല ചിന്തകളോടെയും പല പ്രാർത്ഥനകളോടെയും നമ്മുടെ നാട്ടിൽ ഒരുപാട് അച്ഛനമ്മമാർ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരിക്കുന്ന ചില അച്ഛനമ്മമാരുടെ മക്കൾ നമ്മുടെ കൺമുന്നിലൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാറില്ല. റോഡിലോട്ട് ഇറങ്ങി നോക്കിയാൽ കാണാം എത്രയോ മക്കളിതുപോലെ അലഞ്ഞു തിരിഞ്ഞ് റോഡിൽ നടക്കുന്നുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാറില്ല. ഇങ്ങനെ നടക്കുന്നവർ ഭിക്ഷ യാചിക്കുന്നവരെ പോലെ ആരെ അടുത്തും കൈ നീട്ടാറുമില്ല. ആരടുത്തും അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും അവർ പറയാറുമില്ല. അവരിങ്ങനെ റോഡേ അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ റോഡിലും ഓടയിലുമൊക്കെ കിടക്കുന്ന അഴുകിയതും പുഴുത്തതുമായ ആഹാര സാധനങ്ങളാണ് അവരെടുത്ത് കഴിച്ച് ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയാറില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ റോഡിലൊക്കെ പോകുമ്പോഴും ഓരോ കാഴ്ചകൾ കണ്ടൊന്നും ഞാൻ നടക്കാറില്ല. ഇതുപോലെയുള്ള ആൾക്കാർ ആരെങ്കിലും റോഡിൽ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ട്, അങ്ങനെ കാണാനിട വരികയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ചെല്ലി അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ചിലരുടെ അടുത്തൊക്കെ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊണ്ട് ചെന്ന് അവർക്ക് കൊടുക്കാനായിട്ട് വെച്ച് നീട്ടുമ്പോൾ പെട്ടെന്ന് അവരങ്ങ് പിടിച്ചു മേടിക്കും. ചിലരൊക്കെ നമ്മൾ വല്ലതും അവർക്ക് നീട്ടിക്കൊടുക്കുമ്പോഴത്തേക്ക് അവർ പുറകോട്ടങ്ങ് പോകും. പിന്നെ ചിലർ നമ്മൾ അവരടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് അവർ പേടിച്ച് പല സൗണ്ടുകളുണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് അവരെ രീതികൾ. അവരാകെ പ്രശ്നത്തിൽ വിഷമിച്ച് ആണ് അവരിങ്ങനെ നടക്കുന്നത്. അവർ ആരെന്നും എന്താണ് അവർ ചെയ്യുന്നതെന്നും അവരെവിടെ പോകണമെന്നും എന്നും ഒരു അറിവും ഇല്ലാതെ ഒരു കാര്യവും അറിയാതെയാണ് അവരിങ്ങനെ റോഡിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അപ്പോഴും പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവരെ ഒന്ന് രക്ഷിക്കാൻ എന്താണ് ഒരു മാർഗം എന്ന് ഞാൻ പല പ്രാവശ്യം ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവും ഞാൻ ഒറ്റയ്ക്ക് അവർക്ക് വേണ്ടി ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവർക്ക് വേണ്ടി മറ്റുള്ളവരടുത്ത് എന്തെങ്കിലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് കഴിയും അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ പാവപ്പെട്ട ഇവരെ ഒന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. അവരെ ഒന്ന് സംരക്ഷിക്കുകയോ അവർക്ക് വേണ്ടുന്ന ചികിത്സ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരാരാണെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും
അവരെ വീട് എവിടെയാണെന്നും ഒക്കെ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് കുറച്ച് പേരെയെങ്കിലും അവരവരുടെ വീടുകളിലെത്തിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ ഇതിൽ കൂടിയ കാരുണ്യ പ്രവർത്തനം വേറൊന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. പിന്നെ കാട്ടിൽ നിന്നും ചാടി പോകുന്ന മൃഗങ്ങളെ കഷ്ടപ്പെട്ടിട്ടായാലും പിടിച്ച് കാട്ടിലെത്തിക്കും. അതേസമയം വീട്ടിൽ നിന്ന് പോയി ഇതുപോലെ റോഡ് നീളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെ വീടുകളിലെത്തിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ മനസ്സ് വെച്ചാലേ അവർക്ക് ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ പാവങ്ങളെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഓരോരുത്തർ അവരവരെ കൊണ്ടൊക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു സമാധാനമാണ്. ഇങ്ങനെ നമ്മളെ കൊണ്ടൊക്കുന്നത് അവരവർ കൊണ്ടൊക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും അവരവരെ കൊണ്ട് ഒക്കുന്ന സഹായം ഇവർക്ക് വേണ്ടി ചെയ്യണം. അവരുടെ ആവശ്യം എന്തെന്ന് പറയാൻ പോലും അറിയാതെ നടക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ഒരു കൈത്താങ്ങ് കൊടുക്കണം. എപ്പോഴും വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും നമുക്കും ഈ അവസ്ഥ വരാവുന്നതേ ഉള്ളൂ. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ അവസ്ഥ വരാവുന്നതേ ഉള്ളൂ. അവർ സ്വന്തമായിട്ട് ചെയ്ത അവസ്ഥയല്ല ഇത്. അത് അവരെ വിധി എന്ന് പറയാനേ പറ്റൂ. അപ്പോൾ വിധിക്ക് നമ്മൾ അവരെ വിട്ടുകൊടുക്കാതെ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടുന്ന ആശ്വാസവും സമാധാനവും കൊടുത്ത് അവർക്ക് വേണ്ടുന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലൊരു പുണ്യപ്രവൃത്തി വേറൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ മക്കളും ഇങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരവരെ കൊണ്ടൊക്കുന്ന സഹായം ചെയ്യണം. അവർക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ഉണ്ടാകും. അതുകൊണ്ട് ഒരു മക്കളും ലോകത്ത് ഒരു മനുഷ്യരും ഇതുപോലെ അലഞ്ഞ് നടക്കാനിട വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. എല്ലാവർക്കും നല്ലത് വരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും കൂട്ടായി നിന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കാം. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. അന്ന് നമുക്ക് വേറെ പുതിയൊരു വിശേഷവുമായിട്ട് കാണാം. അന്നത്തെ വിഷയം ചെറിയ ചെറിയ മോഹങ്ങളുള്ളവർക്ക് വലിയ 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 സമാധാനം കിട്ടും. ചെറിയ മോഹങ്ങൾ ഉള്ളവർക്ക് വലിയ സമാധാനം കിട്ടും. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ഈ കാര്യം എപ്പോഴും എൻ്റെ മക്കളെല്ലാവരും ഓർമ്മിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാനിത് നിർത്തുന്നു. എല്ലാ മക്കളും ഇതിനെക്കുറിച്ച് ആലോചിക്കണം കേട്ടോ.